السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والند والنظير. وأشهد أن محمدا عبده ورسوله وصفيه وخليله وخيرته من خلقه وأمينه على وحيه. أرسله ربه رحمة للعالمين وحجة على العباد أجمعين. فهدى الله تعالى به من الضلالة وبصر به من الجهالة وكثر به بعد القلة وعنى به بعد الغيلة. صلى الله عليه وسلم وبارك عليه وعلى آله الطيبين وأصحابه الضر الميامين. ما اتصلت عين بنظر ووعت أذن بخبر وسلم تسليما كثيرا. أما بعد فإن خير أصدق الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റജബ് മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചത്.
അള്ളാഹു ചില മാസങ്ങൾക്ക് പ്രത്യേകതയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് നാം ഇപ്പോൾ പ്രവേശിച്ച റജബ് മാസം എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നമുക്ക് കാണാം. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദി മിൻഹാ അർബഅതു ഹുറും. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്നു തന്നെ അള്ളാഹു മാസങ്ങൾ നിശ്ചയിക്കുകയും അതിൽ ചിലതിന് പവിത്രത നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പവിത്രത നൽകിയ 4 മാസങ്ങളാണ് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും എന്നിവ. പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ മാസങ്ങളിൽ ചില പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പവിത്രമാക്കപ്പെട്ടിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമായി പറഞ്ഞു നൽകിയിട്ടുണ്ട്. അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ് അസ്സനതു 12 ശഹറൻ മിൻഹാ 4 ഹുറുമുൻ 3 മുതവാലിയത്തുൻ ദുൽഖഅദ് വദുൽഹിജ്ജ് വൽമുഹറം വറജബ് മുദറ അല്ലദി ബൈന ജുമാദ വശഅബാൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെ കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വർഷം 12 മാസങ്ങളാകുന്നു. അവയിൽ 4 എണ്ണം പവിത്രമാകുന്നു, 3 എണ്ണം തുടരെയാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും എന്നിവയാണ്. പിന്നെ ജുമാദ, ശഅബാൻ എന്നിവയ്ക്കിടയിലുള്ള മുദർ ഗോത്രത്തിന്റെ റജബ് മാസവും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റജബ് മാസം അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചു എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മാസം ആദ്യം അറിയിച്ചവന് പുണ്യമുണ്ട് എന്നും നരകം നിഷിദ്ധമാണ് എന്നും ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നും പ്രത്യേകമായ നോമ്പുണ്ട് എന്നും അങ്ങനെ തുടങ്ങി ധാരാളം തെറ്റായ ധാരണകൾ ഈ മാസത്തിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ മാസത്തിൽ പ്രത്യേകമായ നോമ്പോ നിസ്കാരമോ ഉംറയോ മറ്റെന്തെങ്കിലും പുണ്യകർമ്മം ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ നമുക്കൊരു തെളിവും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നതിൽ നമ്മുടെ മുൻഗാമികൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ചില ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചതായി നമുക്ക് കാണാം. അവയിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം രചിച്ച റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആശങ്കകൾ എന്ന പേരിൽ, ആശങ്കകൾ വ്യക്തമാക്കുക എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് നമുക്ക് കാണാം. ലം യരിദു ഫീ ഫളി ശഹ്രി റജബ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യിൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യുസ്ലിഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിലോ അതിന്റെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക ദിവസങ്ങളിലെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക രാവിൽ നിസ്കരിക്കുന്നതിന്റെ വിഷയത്തിലോ തെളിവിന് കൊള്ളുന്ന ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നും മഹാനായ പണ്ഡിതൻ നമ്മെ പഠിപ്പിച്ചു നൽകുകയാണ്. ഈ മാസത്തിൽ ചില നോമ്പുകളുണ്ട് എന്നും ചില പ്രത്യേകതകളുണ്ട് എന്നും ഇതറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ് എന്നും ഇതിൽ ആദ്യത്തെ 10 ഇന്ന പ്രത്യേകതകളുണ്ട് എന്നും രണ്ടാമത്തെ 10 ഇന്ന പ്രത്യേകതകളാണെന്നും അവസാനത്തെ 10 ഇത്ര പ്രത്യേകതയാണെന്നൊക്കെ പറഞ്ഞും ദുപ്രചാരണത്തിലുള്ള മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. മുൻഗാമികളായ ആളുകൾ പോലും ആ വിഷയത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ആളുകൾ കൽപ്പിച്ചു വന്നപ്പോ ആ ഒരു മാസത്തിൽ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ നമസ്കാരമോ ഇതാദ്യം അറിയിക്കുന്നവൻ നരക നിഷിദ്ധമോ
എന്നുള്ള വിഷയങ്ങളിൽ അത് സ്ഥിരപ്പെട്ടായ ഹദീസുകളിൽ കാണാൻ പറ്റില്ല എന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം നമ്മുടെ ഈ മതത്തിൽ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തിന്റെ ജീവിതത്തിലോ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ, ഈ പറയപ്പെടുന്ന കർമ്മങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു കർമ്മം ആരെങ്കിലും ഈ മാസത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ബിദ്അത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പുതുതായി ഒരു നോമ്പ്, ഒരു നിസ്കാരത്തിന്റെ അധികമായുള്ള റക്അത്ത്, ഒരു ദിക്ർ അധികമായി അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കാത്തത് അതാരെങ്കിലും ചെയ്താൽ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ചില അനാചാരങ്ങൾ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കുമെന്നതാണ്, അല്ലെ? റജബ് മാസമായി കഴിഞ്ഞാൽ ആ മാസത്തിൽ പ്രത്യേക ഉംറ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാം. ചില ദഈഫായ ഹദീസുകൾ വെച്ചുകൊണ്ട് നമുക്ക് ചില ആളുകൾ അത്തരത്തിലുള്ള ദുഃപ്രചാരണങ്ങൾ നടത്തുന്നത് കാണാം. റജബിൽ ഉംറ ചെയ്താൽ പ്രത്യേകം പ്രതിഫലമാണ്, അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടില്ല എന്നും നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വലാത്തു റഗായിബ് നമസ്കാരം, ആഗ്രഹ സബലീകരണ നമസ്കാരം, ഇമാം നവവി റഹ്മഹുല്ലാഹ് ഈ നമസ്കാരത്തെ പറ്റി പറഞ്ഞതായിട്ട് കാണാം. സ്വലാത്തു റഗായിബ് എന്നറിയപ്പെടുന്ന ആഗ്രഹ സബലീകരണ നമസ്കാരം, അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമുഅ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ നമസ്കരിക്കുന്ന 12 റക്അത്ത് നമസ്കാരം, അതുപോലെ ശഅബാൻ 15 നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരം, ഇവ രണ്ടും ബിദ്അത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം നവവി റഹ്മഹുല്ലാഹ് അത് പ്രത്യേകമായി പഠിപ്പിച്ചു. എന്നാൽ ചില ആളുകൾ ഇന്ന് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, ഈ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള സമയത്ത് ചില ആളുകൾ 12 റക്അത്ത് നമസ്കരിക്കുന്നു. ആ 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്താഗ്രഹമാണോ ഉള്ളത് അത് ശബരീകരിക്കപ്പെടുമെന്നുള്ള വിചാരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുത്തനാചാരം ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അത് ശഅബാൻ 15-ലും അവരിത് ആവർത്തിക്കുന്നു. ഇത് രണ്ടും ബിദ്അത്താണ് എന്നാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ റജബിലുള്ള പ്രത്യേക പ്രാർത്ഥന, അല്ലെ? ചില ആളുകൾ റജബായി കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഈ റജബിൽ പ്രത്യേകമായ ബർക്കത്ത് നീ അനുഗ്രഹം നൽകണേ നാഥ, ഞങ്ങൾ ശഅബാനിലേക്ക്, ആ ശഅബാനിലും അനുഗ്രഹം നൽകണം, റമളാനിലേക്ക് കൊണ്ടെത്തിക്കണേ എന്നും ഉള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ആ ഒരു ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ ഹദീസിന്റെ അതിന്റെ വിശദീകരണങ്ങൾ അന്വേഷിക്കുമ്പോൾ, അതിന്റെ തെളിവ് അന്വേഷിക്കുമ്പോൾ ഇത് കെട്ടി ഉണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്നും ഇത് വഈഫായ ഹദീസാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സ്വഹാബാക്കൾ അവർ ദുർബലരായ ആളുകളാണ് എന്ന വിഷയത്തിൽ ഹദീസിന്റെ പണ്ഡിത ലോകത്ത് അവിടെ ചർച്ചകൾ കാണാം. ഇതും സ്വഹീഹായ ഹദീസല്ല. എന്നാൽ നമ്മളിൽ പല ആളുകളും ഈ ഒരു മാസം കടന്നു വരുമ്പോൾ അതൊരു പ്രത്യേക സ്വലാത്തായി കൊണ്ട് അവർ വീടുകളിൽ പാരായണം ചെയ്യുന്നു, അവരുടെ സ്റ്റാറ്റസുകളിൽ അത് കൊണ്ട് നിറയുന്നു. ചില ആളുകൾ ഇത് വട്ടത്തിലിരുന്നത് പ്രാർത്ഥിക്കുന്നു, പള്ളിയുടെ നമസ്കാര ശേഷം അവർ ഒരുമിച്ചിരുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. ഇങ്ങനെ തുടങ്ങി പല അനാചാരങ്ങൾ റജബ് മാസത്തിൽ ദുഃപ്രചാരണത്തിലുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. റജബ് മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ മറ്റൊരു രൂപത്തിൽ വളരെയധികം പ്രചരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. റജബിലെ 27-ലാണ് എന്നും അന്ന് നോമ്പുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയത് റജബ് മാസത്തിലാണ് എന്ന് പറയുന്ന ചില ചരിത്ര പരാമർശങ്ങൾ അല്ലാതെ സ്ഥിരപ്പെട്ട ഒരു രേഖയും നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ശാഫിഈ മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനായ ഇമാം ഇബ്നുൽ അത്വാർ അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായിട്ട് കാണാം, റജബു ലൈസ ഫീഹി ശൈഉൻ മിൻ ദാലിക അയ്യുൽ ഫദാഇല സിബാ മാ യുശാരികു ഗൈറഹു من شهور وكونه من الحرم وقد ذكر بعضهم أن المعراج والإسراء
കാന ഫീഹി വലം യസ്ബുത് ദാലിക്. റജബ് മാസത്തിന് അതൊരു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന നിലയ്ക്ക് മറ്റൊരു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളെ പോലെ തന്നെയുള്ള ഫളല്ലാതെ മറ്റൊരു പ്രത്യേകതയോ ശ്രേഷ്ഠതയുമില്ല. ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് റജബ് മാസത്തിലാണ് എന്ന് സംഭവിച്ചതെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും മഹാനായ ഇമാം ശാഫിഈ റഹിമഹുള്ളയുടെ ശിഷ്യനായ ആ മദ്ഹബിൽപ്പെട്ട മറ്റൊരു ഇമാമായ ഇബ്നു അത്വാർ അശ്ശാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ ഈ പ്രത്യേകമായ ഒരു നോമ്പും ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ആ ഹദീസ് ഇപ്രകാരമാണ്: അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമ السابع والعشرين من رجب كتب له ثواب الصيام 60 شهرا. ആരെങ്കിലും റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഈ ഹദീസ് ദുപ്രചാരണത്തിലുള്ളതാണ്. ദിനായ 182 ഒന്നാം വോള്യത്തിലെ 182ാമത്തെ ഹദീസ് എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് മൗദൂആയ അഥവാ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഹദീസാണെന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇസ്രാ മിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണ് എന്നതും ആ പേരിൽ നോമ്പ് സ്ഥിരപ്പെട്ടതല്ല എന്നതും നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി ഈ സംഭവം നടന്നത് റജബ് 27 എങ്കിൽ അന്നത്തെ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും മാതൃക വേണം. പ്രത്യേകം നോമ്പെടുക്കാൻ ഒരു മാതൃക അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു നൽകണം. ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് 13 വർഷം ജീവിച്ചിരുന്നിട്ട് ഒരിക്കൽ പോലും ലോകത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൽ നോമ്പെടുത്ത് നമുക്ക് മാതൃക കാണിച്ചിട്ടില്ല. അതിനാൽ ഈ കാര്യം ബിദ്അത്തും നാം വർജിക്കേണ്ടതുമാണ് എന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ആദ്യം പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകർ ഒരു രാത്രി കൊണ്ട് ഇന്ന യാത്രകൾ നടത്തി തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ച സ്വദഖ്ത യാ റസൂലല്ലാഹ്, പ്രവാചകർ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഈ ദിവസത്തിൽ പ്രത്യേകമായ നോമ്പെടുത്തതോ, ഈ ദിവസത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനാ ഗീതങ്ങൾ പാടിയതോ, ഈ ദിവസത്തിൽ പ്രത്യേകമായ ആഗ്രഹ സബലീകരണ നിസ്കാരങ്ങൾ നടത്തിയതോ അങ്ങനെ തുടങ്ങിയുള്ള തെളിവുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ആചാരം, ഒരു പ്രവർത്തനം, ഒരു സൽക്കർമ്മം ആരെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്രകാരം തള്ളപ്പെടേണ്ട ഒരു കാര്യം മാത്രമായിട്ടാണ് നമ്മൾ ഇവയൊക്കെ കാണേണ്ടത്. ഇനി ഇപ്രകാരം ഇന്ന കാര്യങ്ങൾ ചില ആളുകൾ ദുർപ്രചാരണത്തിൽ പരത്തുന്നുണ്ട് എങ്കിൽ അതിന്റെ തെളിവ് നമ്മൾ അന്വേഷിക്കുക, അത് പഠിക്കുക. അത് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു യഥാവിധം അവനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ ഒത്തുവരണം. അതിലൊന്ന്, നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ എന്തു പ്രവർത്തനമാണോ ചെയ്യുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന ബോധം ആണ് നമുക്കുണ്ടാകേണ്ടത്. 2, നമ്മുടെ ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം എന്നതാണ്.
നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, നമ്മൾ നിസ്കരിക്കുന്നു, എന്റെ നിസ്കാരം ആർക്കു വേണ്ടിയാണ്? എന്റെ റബ്ബിന് വേണ്ടിയാണ്. എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ തുലാസിൽ കനം കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെ ലക്ഷ്യ കേന്ദ്രം എന്ന് പറയുന്നത് എന്റെ റബ്ബാണ്. എന്നാൽ ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ചില ഔലിയാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്, ചില തങ്ങന്മാർക്ക് വേണ്ടിയിട്ടാണ്, ചില ബർക്കത്തുകളെ തേടിക്കൊണ്ടാണ്. അത്തരത്തിലുള്ള രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളല്ല അള്ളാഹു സ്വീകരിക്കപ്പെടുന്നത്. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന ബോധത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക എന്നത്. രണ്ടാമത്തെ നിബന്ധന, ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ടാകണം. ഒരാൾക്കും അഡീഷണൽ ആയിട്ടൊരു കാര്യം അതിൽ ചെയ്തു കൂട്ടാൻ വേണ്ടി പറ്റുന്നതല്ല, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, അയ്യുഹന്നാസ് ലൈസ മിന്നി ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്നതി വയുബാഇദുക്കും മിനൻ നാരി. സഹാബാക്കളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറയാം, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട്, പറഞ്ഞു നൽകിയിട്ടുണ്ട്. എന്നിൽ നിന്ന് ഒന്നുപോലും വിട്ടുപോയിട്ടില്ല എന്നാണ്. ഷെയ്ഉൻ എന്നാണ് പറഞ്ഞത്, ഒരു ചെറിയൊരു കാര്യം പോലും വിട്ടുപോയിട്ടില്ല എന്നാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ ഒരു പ്രവാചക കാലഘട്ടം കൊണ്ട് പൂർണ്ണമായും നമുക്ക് എല്ലാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴിയും നമുക്ക് പറഞ്ഞു തന്നു, നരകത്തിൽ നകറ്റപ്പെടാനുള്ള എല്ലാ വഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. പക്ഷെ ഇനി അതിലേക്ക് ഒരാൾ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്കിൽ അവന്റെ അവസ്ഥ എന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ നരകത്തിലാണ് എന്നതാണ്. പ്രവാചകർ പഠിപ്പിക്കാത്ത ഒരു കാര്യവുമായി ആരെങ്കിലും മുന്നോട്ടേക്ക് വന്നാൽ അവന്റെ കാര്യം നരകം. അത് ഒരു റക്അത്ത് നമസ്കാരമാണെങ്കിലും, ഒരു ദിക്റാണെങ്കിൽ പോലും, അല്ലെ, ഒരു നല്ലൊരു ദിക്റല്ലേ എന്ന ബോധത്തിൽ, അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് നമസ്കാരമല്ലേ, ഒരു 10 എണ്ണം അധികമായി നിസ്കരിച്ചാൽ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരെണ്ണം അധികമായി നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ 2 നിബന്ധനകൾ നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അവന്റെ അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഫഖദ് ضل ضلالا بعيدا, അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവരാത്തൊരു കാര്യം ആരെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ സങ്കേതം എന്നത് വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്നാണ്. ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നന്മകൾ ചെയ്ത് നരകാവകാശികളാകാതിരിക്കാൻ ശ്രമിക്കുക. നന്മകൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മെ പഠിപ്പിച്ച മാതൃകയിലുള്ള നന്മകളാകണമെന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക. റജബ് മാസത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിചര്യയിൽ സ്ഥിരപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിൽ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിന്റെ അവകാശികളാകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകാവകാശികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫാഉൽ ആജിലിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. വിജയത്തിന്റെ കൊടി പാറിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم إني نسألك الجنة، اللهم إني نسألك الجنة، اللهم إني نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.